മറക്കാൻ വേണ്ടി അല്ലല്ലോ ആ സ്ത്രീകൾ അവർ കടന്നുപോയ അവരെ ഗ്രീവൻസസ് അവിടെ പോയി പറഞ്ഞത്. അതവർക്ക് മറക്കാൻ ശ്രമിച്ചിട്ടും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ സ്ത്രീകൾക്കൊക്കെ അവിടെ പോയിട്ട് പറയേണ്ടി വന്നത്, മൊഴിയായിട്ട് കൊടുക്കേണ്ടി വന്നത്. പിന്നെ കുറേ കാലമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക, മലയാള സിനിമയെ എന്തോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ടാണിഷ് ചെയ്ത് കളഞ്ഞു, അത് ഭയങ്കരമായിട്ട് ജനറലൈസ് ചെയ്യുന്നു. റിപ്പോർട്ടിനകത്ത് ജസ്റ്റിസ് ഹേമ അണ്ടർലൈൻ ചെയ്ത് പറയുന്നുണ്ട്, ഇത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമല്ല, ഇതിന് എക്സെപ്ഷൻസ് ഒരുപാടുണ്ട്. അത് ഒരു സ്ഥലത്തല്ല, 2-3 സ്ഥലത്ത് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ടാണിഷ് ചെയ്തത് ആരാണ് എന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ ഇരകളും വേട്ടക്കാരുമല്ല പരാതിക്കാരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സ്റ്റേറ്റസ് കൊടുക്കാൻ എന്താണ് സിനിമയിൽ ഒരു കംപ്ലയിൻറ്റ് സെൽ ഇല്ലാത്തത്? എന്താണ് ഒരു IC ഇല്ലാത്തത്? എന്താണത് പ്രിവെൻറ്റ് ചെയ്യാനുള്ളൊരു സിസ്റ്റം വേണമെന്ന് പറയുമ്പം അത് ഈൽഡ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ ആയിരുന്നെങ്കിൽ അതിൻ്റെ പേര് കംപ്ലയിൻ്റ് എന്നാവുമായിരുന്നു, അപ്പം അത് പരാതി എന്ന് തന്നെ ആവുമായിരുന്നു. ഇത് പുറത്തേക്ക് പോകുമ്പോഴാണ് അതിൽ മൊഴി കൊടുത്തവരൊക്കെ ഇതൊരു ക്രിമിനൽ ഒഫൻസാണ്. ഇപ്പം CM പറഞ്ഞത് പുറത്തു പോയിട്ട് വീണ്ടും പരാതി കൊടുക്കാനാണ്. ഈ സ്ത്രീകൾക്ക് അങ്ങനെ പരാതി കൊടുക്കാനായിരുന്നെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടെന്ന് ആദ്യമേ അറിയാമായിരുന്നല്ലോ, അവർക്കത് ചെയ്താൽ മതിയായിരുന്നല്ലോ. എന്തിനായിരുന്നു നമ്മൾ ഈ വ്യായാമം ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തത് എന്തിനായിരുന്നു? അത് കഴിഞ്ഞിട്ട് എന്ത് പ്രൊട്ടക്ഷനാണ് ഉണ്ടായത്? പിന്നെ ഇപ്പോഴും ആവർത്തിച്ച് ചോദിക്കാനുള്ളത്, ഇത്തരം കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണല്ലോ പോഷ് ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്ന് പറയുന്നത്. എന്താണ് സിനിമയ്ക്ക് ഈൽഡ് ചെയ്യാൻ പറ്റാത്തത്? എന്താണ് സിനിമയ്ക്ക് അത് കേട്ടിട്ട് അങ്ങനെ ചെയ്യാം എന്ന് തോന്നാത്തത്? പിന്നെ ഈ സ്ത്രീകൾ മുഴുവൻ ഇങ്ങനെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു നടക്കുകയാണ്, സ്ത്രീകൾ മുഴുവൻ പരാതികളൊക്കെ കള്ളപ്പരാതികളാണ് എന്നുണ്ടെങ്കിൽ ഒരു ഏറ്റവും മിനിമം ഒറ്റ കൊല്ലം കൊണ്ട് ഡ്രോപ്പ് ഔട്ടായി പോയിട്ടുള്ള സ്ത്രീകളുണ്ടല്ലോ, അവരുടെ ഒരു ലിസ്റ്റ്, ഒരു സർവേ നടത്തിയാൽ മതി. ആ സർവേ നടത്തിയാൽ അറിയാം എന്തുകൊണ്ടാണ് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പിരിഞ്ഞു പോണ്ടി വന്ന എത്ര പേരാണ്. എന്ത് സെക്ഷൽ ഫേവേഴ്സ് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം എത്ര ടാലൻ്റ് ഉണ്ടെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോയി എന്ന് ഇന്ന് ചാനലുകളിൽ വന്നിട്ടും യൂട്യൂബുകളിൽ വന്നിട്ടും എത്ര സ്ത്രീകൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എത്ര പുരുഷന്മാരാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്? അവരെല്ലാവരും ഈ ആണുങ്ങളുടെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ, കോൺസിക്വൻസ് ബെയർ ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ജനറലൈസ് ചെയ്തിട്ട് ഇവിടുത്തെ സ്ത്രീകൾ മുഴുവൻ പോട്ടെ, ഒരു ക്രൈം ബ്യൂറോൻ്റെ റിപ്പോർട്ട് വെച്ചിട്ട് എത്ര റേപ്പാണ് ഒരു ദിവസം നടക്കുന്നത്? എന്നിട്ട് ഇത് മുഴുവൻ സ്ത്രീകൾ ഈ ആണുങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് അത് സത്യമാവില്ല. ഇവിടെ എല്ലാവർക്കും അറിയാം ഇത് പ്യോർലി പാട്രിയാക്കലായിട്ടുള്ള ആണുങ്ങളെ സഹായിക്കാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അല്ലായിരുന്നെങ്കിൽ 4.5 വർഷം ഇങ്ങനൊരു റിപ്പോർട്ട് കയ്യിൽ വെച്ചിട്ട് ഒരു ആക്ഷനും എടുക്കാതെ നിൽക്കാൻ ധൈര്യം ഉണ്ടാവില്ലായിരുന്നു. എന്തെങ്കിലും ആക്ഷൻ, നെയിം സേക്കെങ്കിലും ഇത് തടയാൻ വേണ്ടി ഇത് ചെയ്തു എന്ന് പറയുമായിരുന്നു. എത്രയോ തവണ WCC ഇതിനു വേണ്ടി സമീപിച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് പറഞ്ഞ ബുദ്ധിമുട്ടി കൊടുത്ത മൊഴികളുണ്ടല്ലോ, അത് വെറുതെ ആവരുത് എന്നുണ്ടായിരുന്നു. ജസ്റ്റിസ് ഹേമ പറഞ്ഞു എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ച് ഈ പ്രഷർ മുഴുവൻ ഉപയോഗിച്ച് ഇത് പുറത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്തിനായിരുന്നു പിന്നെ ഇത് ചെയ്തത്? നേരത്തെ ആരോ പറഞ്ഞ പോലെ ഒരു തീസിസ് ആയിരുന്നു ഇതെന്തോ ഡെസർട്ടേഷനാണോ? ഇതിനെപ്പറ്റി ഇങ്ങനെ ഒരു പഠനം നടത്തിയിട്ട് അത് കബേർഡിൽ വെച്ച് പൂട്ടാനുള്ളതായിരുന്നോ? ഇതിനകത്ത് അത് എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കാൻ വേണ്ടി, ചെയ്യാൻ വേണ്ടി അധികാരത്തിലിരിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ നടപടി എടുക്കണമായിരുന്നു. പിന്നെ എത്രയോ തവണ ഇത് കേട്ടിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഭാര്യയും കുടുംബവും മറ്റവരും ഉള്ള ആണുങ്ങളെ ഒന്നും പറ്റി പരാതി പറയാൻ നടക്കുകയല്ല. അവിടെ വന്ന പെൺകുട്ടികളൊക്കെ അവരുടെ ഏറ്റവും പാഷനറ്റ് ആയിട്ടുള്ള അവരുടെ കരിയർ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി വന്ന സ്ത്രീകളാണ്. അവിടെ സെക്ഷൽ ഫേവർ ചെയ്യാൻ നിർബന്ധിച്ചു എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റാണ് ഇപ്പോൾ തൊട്ട് മുമ്പേ ഈ പാനലിസ്റ്റുകളുടെ കൂട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. എത്ര സാക്ഷ്യങ്ങൾ വേണം? എന്താണ് ഇവിടെ ഇരിക്കുന്ന ഒറ്റ കമ്മിറ്റിയിലുള്ള ഒറ്റ ട്രേഡ് യൂണിയൻ നേതാക്കൾ വന്നിട്ട് ഇതിനെപ്പറ്റി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാത്തത് എന്താണ്? എന്ത് ലൗഡാണ് അവർക്ക് അവരെത്ര ഗിൽറ്റി ആണെന്നുള്ളത് അവരെ സൈലൻസ് തന്നെ പ്രൂവ് ചെയ്യുന്നുണ്ടല്ലോ. ഇത്രയൊക്കെ വലിയ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുകയാണ്. സിനിമയെ സംബന്ധിക്കുന്ന കാര്യമല്ലേ? ഒരു നെയിം സേക്ക് കമൻ്റെങ്കിലും ഇവരുടെ ആരെങ്കിലും ഭാഗത്തുനിന്നുണ്ടായോ? ഞാനിതിൽ പെട്ടിട്ടില്ല എന്ന്
പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട് ഇവിടെ? എന്തെങ്കിലും പ്രസ്താവന ഇറക്കിയോ? ഇത് നിർബന്ധമായിട്ടും ഇത് നടപ്പാക്കണമെന്നോ അല്ല നടപ്പാക്കണ്ടെന്നോ എന്തെങ്കിലും പ്രസ്താവന ഇറക്കിയോ? എത്ര നിസ്സാരമായിട്ടാണ് ഇതിലുള്ള ആർട്ടിസ്റ്റുകളെ ഈ ക്യാമറയും കൊണ്ട് പോകുമ്പോൾ സമീപിക്കുമ്പോൾ ഇവർ പറയുന്നത് എന്താ? എത്ര ഇറസ്പോൺസിബിൾ ആയിട്ടാണ് ഇവരൊക്കെ പെരുമാറുന്നത്. ഇത് അവിടെ പോയി പറഞ്ഞിട്ടുള്ളത് എത്ര പേര് സിനിമയിൽ എത്ര നായികമാരായിട്ടുള്ളവരും ആക്ടേഴ്സ് ആയിട്ടുള്ളവരും സൂയിസൈഡ് ചെയ്തതിൻ്റെ കണക്ക് വേണം. അത് മാത്രമോ? സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ അറിഞ്ഞിട്ടും എത്ര പോലീസ് കേസ് നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പുറമെ വീണ്ടും ഇതിൻ്റെ ഒക്കെ പുറത്ത് ഈ സർവേ റിപ്പോർട്ടുകൾ മുഴുവൻ ഉണ്ടായിരിക്കെ ഇതിൻ്റെ പുറത്ത് കയറി നിന്നിട്ട് ഈ സ്ത്രീകൾ മുഴുവൻ പറയുന്നത് ഫേക്ക് അലിഗേഷനാണ് എന്ന് പറയാൻ ധൈര്യം ഉണ്ടാവുന്നത് ഇതൊരു പാട്രിയാർക്കലായിട്ടുള്ള സൊസൈറ്റി ആയതുകൊണ്ടാണ്. ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങളുടെ ലോകം ഒരു പരിചയമില്ലെങ്കിലും ഒരു മെയിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേറൊരു മെയിൽ വന്ന് നിൽക്കുന്ന ഒരു മെൻസ് ക്ലബ് ആയതുകൊണ്ടാണ്. ഇവിടെ ഇപ്പോഴും സ്ത്രീകൾക്ക് പറയാൻ ഭയമാണ്. അവർ കടന്നുപോയ ഇത്രയും തിക്താനുഭവങ്ങളിൽ കൂടെ, അതും ഇനി അവർക്കൊരു ഫേവറും വേണ്ട, അവർക്ക് സിനിമയിൽ അവർക്കൊരു വേഷവും വേണ്ട, എന്നിട്ട് പോലും ആ ഇൻറ്റിമിഡേഷൻ ഉണ്ടല്ലോ അത് അവരെ മെയിലിൽ നിന്നും വിട്ടുപോകുന്നില്ല. അത് തിരിച്ചറിയണമെങ്കിൽ സ്ത്രീകളെ മനുഷ്യരായിട്ട് കാണാൻ പഠിച്ചാൽ മതി. അത് തിരിച്ചറിയണമെങ്കിൽ ഈ സിനിമ ഉണ്ടല്ലോ, ഈ സിനിമ എന്ന് പറയുന്നത് നിയമങ്ങൾക്ക് അതീതമല്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ പണ്ട് നാടുവാഴികൾ ചെയ്തതുപോലെ ഇങ്ങനെ വിളിച്ചാൽ വന്നിട്ട് അവർക്ക് കിടന്നു കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞത് ഇവിടുന്ന് തുടച്ചു മാറ്റുക തന്നെ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണിത്. ഈ സിസ്റ്റത്തിനകത്ത് ഒരു വ്യത്യാസവും. പൊളിറ്റിക്സിന് വ്യത്യാസമില്ല, സിനിമയിലെ സംഘടനകൾക്ക് വ്യത്യാസമില്ല. എല്ലാവരും വിചാരിക്കുന്നത് അവർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ഇതിങ്ങനെ എൻജോയ് ചെയ്ത് പോവാം എന്നാണ്. യു കാൺ ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻറ്റഡ് എനിമോർ. നിങ്ങൾ ആൻസറബിൾ ആണ്. ഈ പറഞ്ഞ റിപ്പോർട്ട് ഉണ്ടല്ലോ നിങ്ങൾക്ക് മായ്ച്ചു കളയാനൊന്നും പറ്റില്ല. അത് അവിടെ വന്നിട്ട് പറഞ്ഞ സ്ത്രീകൾ ഇനിയും പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് മൊഴി തരാൻ വേണ്ടി കയറ്റി ഇറക്കി നടത്താം എന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഇത് തന്നെയാണ് റിപ്പോർട്ട്. അത് പറഞ്ഞിട്ടുള്ളത് ഒരു ജസ്റ്റിസിൻ്റെ റിട്ടയർഡ് ആണെങ്കിലും അവരുടെ മുമ്പിലാണ്. അത് ചരിത്ര രേഖയാണ്. അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുകയില്ല.